ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭയങ്കര വെറൈറ്റി ഒന്നുമല്ല, ക്യാബേജ് കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ക്യാബേജ് തോരനിൽ സവാളയൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ ഇട്ട് അങ്ങനെയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം ഇന്ന് അതിന് പകരം വേറൊരു ഐറ്റം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ക്യാബേജ് നല്ല നീളത്തിൽ മുറിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും തിളച്ച വെള്ളവും കൂടി ഒഴിച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കും, അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ സ്ഥിരം ഐറ്റം സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കുതിർത്ത് വെച്ച ചെറുപയർ, ഇതാണ് നമ്മൾ ക്യാബേജിലേക്ക് ആഡ് ചെയ്യുന്നത്. ഈ രണ്ടും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നല്ല ടേസ്റ്റാട്ടോ ഈ രണ്ട് കോമ്പിനേഷൻ, ചെറുപയറും ക്യാബേജും. ഞാൻ ആദ്യം വിചാരിച്ചത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ്, ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച ക്യാബേജൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. കോളിഫ്ലവറൊക്കെ കഴുകുന്ന പോലെ ഇതൊന്ന് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുക. ഈ ക്യാബേജ് ഉപ്പേരി ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? പക്ഷെ അതിലൂടെ കുറച്ച് പ്രോട്ടീനും കൂടെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹെൽത്തിയും കൂടെ ആവുമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ഉണ്ടാക്കാൻ തുടങ്ങാം. കുറച്ച് വെളിച്ചെണ്ണ, അതിലേക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഉഴുന്നുപരിപ്പ് ആഡ് ചെയ്യുക. പിന്നെ ഉണക്കമുളക് ആഡ് ചെയ്യുന്നുണ്ട്. ഉണക്കമുളക് വേണ്ടെങ്കിൽ അതിന് പകരം പച്ചമുളക് ആഡ് ചെയ്താലും മതി. ഇനി രണ്ടും വേണമെങ്കിലും ആഡ് ചെയ്യാം, അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം. പിന്നെ കുറച്ച് കറിവേപ്പില അതും കൂടി എണ്ണിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള അല്ലെങ്കിൽ വലിയ ഉള്ളി ആഡ് ചെയ്യാം. ഇത് കുറച്ചൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി, ഒരുപാട് അങ്ങനെ വറുത്തെടുക്കുകയൊന്നും വേണ്ട. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചെറുപയർ ആഡ് ചെയ്യാം. പിന്നെ ക്യാബേജ്, എന്നിട്ടതൊന്ന് മിക്സ് ചെയ്ത് വേവിക്കാം. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഉപ്പും, നമ്മൾ ക്യാബേജിൽ കുറച്ച് ഉപ്പല്ലേ ഇട്ടുള്ളൂ. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ചും കൂടി ചെറുപയറിലേക്ക് ഉള്ളിലേക്ക് വേണ്ടതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം, ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തുറന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പം കറക്റ്റായിട്ട് വെന്ത് കിട്ടും. എന്നാൽ ഓവർ കുക്ക് ആയിട്ടുണ്ടെങ്കിൽ ചെറുപയറൊക്കെ കൂടി ഉടഞ്ഞ് വൃത്തികേടാവും. അതുകൊണ്ട് ഒരു പാകം വേവാകുമ്പോഴേക്ക് നമ്മൾ അതിലേക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് തുറന്ന് വെച്ച് കുറച്ച് നേരം കൂടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഊണിന് ചോറ്, ക്യാബേജും ചെറുപയറൊക്കെ ഇട്ടുള്ള നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഉപ്പേരി, മാങ്ങാച്ചാറ്, അത് വീട്ടിലുണ്ടാക്കിയതാണ്, കൊണ്ടാട്ടമുളകും, പിന്നെ തൈര്, പഴുത്ത മാങ്ങ, സാമ്പാർ. അപ്പം അടിപൊളി ലഞ്ചായിരുന്നു. ഈ ഉപ്പേരി ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്